ഹിന്ദി എക്സാമിൻ്റെ LKG കുട്ടികളെ ക്വസ്റ്റ്യൻ പേപ്പറാണിത്. അപ്പം കുട്ടികൾക്ക് ഇതുപോലത്തെ എല്ലാം മോഡലായിരിക്കും വരിക. മെയിനായിട്ട് അവർ പറയേണ്ട ഒരു ഇതിലായിരിക്കും വരാം. പിന്നെ ചിലത് എഴുതാനും കളർ ചെയ്യാനെല്ലാം ഉണ്ടാവും. അത് ഒരു ടീച്ചറുടെ സഹായത്തോടെ ആയിരിക്കും LKG കുട്ടികൾ ചെയ്യുക. അപ്പോൾ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കളർ സിമിലർ ലെറ്റേഴ്സ്. ഇവിടെ ആന്നുണ്ട് അല്ലേ, ആ എന്ന അക്ഷരമുണ്ട്. അപ്പോൾ ഇവിടെ എവിടെയാണ് അതുള്ളത്, അതിന് കളർ ചെയ്യുക എന്നതാണ് പറയുന്നത്. അപ്പോൾ ഇവിടെയാണ് ഉള്ളതല്ലേ ഹാ. അപ്പോൾ ഇവിടെ കളർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഈ എവിടെയുള്ളത്, ഇത് ഈ ആണ്, ഇത് ആയാണ്, ഇതും ആയാണ്, ഇത് ഈ ആണ്, ഇത് ആയാണ്. അപ്പോൾ ഇവിടെയാണ് ഈ സിമിലർ ലെറ്റർ ഉള്ളതല്ലേ. അപ്പോൾ ഇവിടെ കളർ ചെയ്യുക. ഇങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതുപോലെ തന്നെ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഇവിടെ പിക്ചർ ഉണ്ടാവും. അതുപോലെ തന്നെ ഇവിടെ അതിൻ്റെ സെയിം ആയിട്ടുള്ള ലെറ്റേഴ്സ് ഇങ്ങനെ തിരുത്തിയിട്ടായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. അത് അവിടെ നേരെ യോജിപ്പിക്കാനായിരിക്കും ഉണ്ടാവുക. ഇതെന്താണ് മക്കളെ, ഇത് അനാറാണ്. അനാറിൻ്റെ ഫസ്റ്റ് ലെറ്റർ എന്താ, ആ. അപ്പോൾ അതിന് പിന്നെ വരച്ചു കൊടുക്കുക. അതുപോലെ തന്നെ ഇത് ആഗാണ്, തീയല്ലേ, ഇതൊരു തീയാണ്, ആഗാണ്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ലെറ്റർ ആ, അങ്ങനെ വരച്ചു കൊടുക്കുക. ഇത് ഇമലിൻ്റെ ഫസ്റ്റ് ലെറ്റർ എന്താണ് മക്കളെ, ഇ ആണല്ലേ. ഇത് ഈഗിൻ്റെ ഫസ്റ്റ് ലെറ്റർ ഇ. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഇവിടെ പിക്ചേഴ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ ഇവിടെ ആയിരിക്കും പിക്ചേഴ്സ്, ഇവിടെ ലെറ്റേഴ്സ് ആയിരിക്കും. അത് ഇങ്ങനെ തിരുത്തി പിന്നെ എന്താ പറയുക, തിരുത്തിയിട്ടായിരിക്കും ഉണ്ടാവുക, ഒരു യോജിപ്പായിട്ടായിരിക്കില്ല ഉണ്ടാവുക. അപ്പോൾ അതിന് നമ്മൾ ലൈൻ ഇട്ടിട്ട് യോജിപ്പിച്ച് കൊടുക്കുക. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതുപോലെ തന്നെ പിക്ചേഴ്സ് കാണിച്ചിട്ട് പിക്ചേഴ്സിൻ്റെ പേര് പറയാനുണ്ടാവും. അനാറാണെങ്കിൽ അനാറ്, പിന്നെ ഈഗാണെങ്കിൽ ഈഗ്, ആഗാണെങ്കിൽ ആഗ്, ഇമിലി ആണെങ്കിൽ ഇമിലി. അവരെ ആ ഈ അത്രയായിരിക്കും ഫസ്റ്റ് ടൈമിന് എക്സാമിന് ഉണ്ടാവുക. അത്ര പേരായിരിക്കും ഉണ്ടാവുക. അതുപോലെ തന്നെ പിന്നെ ഇത് വായിക്കാനുണ്ടാവും. ഇതെന്താണെന്ന് ചോദിച്ചിട്ട് ഇതേതാ ലെറ്റർ, ഇതേതാ ലെറ്റർ, ഇതേതാ ലെറ്റർ, ഇതേതാ ലെറ്റർ, അങ്ങനെ വായിപ്പിക്കും. അതുപോലെ തന്നെ ഈ എന്ന ലെറ്റേഴ്സ് ഇവിടെ ഉണ്ടല്ലോ, ഈ എന്നത്, അതിന് പിന്നെ ടിക്ക് ഇടാനുണ്ടാവും. ഇവിടെ എവിടെയാണ് ഉള്ളത്, ഇത് ആയാണ്, ഇത് ഇറാണ്. ഇതൊന്നും അവരെ പഠിപ്പിച്ചിട്ടുണ്ടാവില്ല. ആ തൊട്ടിട്ട് ഈ വരെ ആയിരിക്കും പഠിപ്പിച്ചിട്ടുണ്ടാവും. ഈ സെയിം ലെറ്റർ ഇവിടെ എവിടെയാണ് ഉള്ളത്, അതിന് ടിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുക മക്കളോട്. അങ്ങനെ ടിക്ക് ചെയ്യാനുണ്ടാവും. ഇതുപോലത്തെ മോഡൽ കൊടുക്കുക. അതുപോലെ തന്നെ ഇവിടെ പിക്ചർ ഉണ്ടാവും. ഇപ്പോൾ ഇത് അനാറാണല്ലേ. അനാറിന് ഇവിടെ എവിടെയുള്ളത് ആ ലെറ്റർ, അനാറിൻ്റെ ആ എന്ന ലെറ്റർ എവിടെയുള്ളത്, അവിടെ ടിക്ക് ഇടാനുണ്ടാവും. അതുപോലെ തന്നെ ഇമിലിയുടെ അക്ഷരം എവിടെയുള്ളത്, ഇവിടെ അല്ലേ. അപ്പോൾ അതിന് ടിക്ക് ഇടാനുണ്ടാവും. ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. കുട്ടികളെ മെയിനായിട്ട് ഹിന്ദി എക്സാമിന് അവർ പിക്ചേഴ്സ് കാണിച്ചിട്ട് വായിപ്പിക്കാനായിരിക്കും. അതുപോലെ തന്നെ ലെറ്റേഴ്സ് വായിപ്പിക്കാനായിരിക്കും. അതുപോലെ തന്നെ ഒരു ഇപ്പം ആ എന്ന ലെറ്റർ ആണെങ്കിൽ ഇതുപോലെ ഈ എന്ന ലെറ്ററല്ലേ ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ആ എന്ന ലെറ്റർ ആണെങ്കിൽ അതിന് നേരെ കളർ ചെയ്യാനോ അല്ലെങ്കിൽ റൗണ്ട് ചെയ്യാനോ അല്ലെങ്കിൽ ടിക്ക് ഇടാനോ അങ്ങനത്തെ ഉണ്ടാവും. പിന്നെ യോജിപ്പിക്കാൻ നിർബന്ധമായിട്ടുണ്ടാവും കേട്ടോ. ഇതുപോലെ യോജിപ്പിക്കേണ്ട ക്വസ്റ്റ്യൻസ് നിർബന്ധമായിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് അവരെ പഠിപ്പിക്കുക അവർക്ക്. പിന്നെ അതുപോലെ തന്നെ അവരെ ഓരോ അക്ഷരം വെച്ചിട്ടുള്ള, ഇപ്പോൾ നോക്കിയാൽ ഇവിടെ ഉള്ള അനാർ, അത് അവരെ പഠിപ്പിക്കുക. ഇത് ആ എന്ന ലെറ്ററാണ് ഇതിൽ പറയുന്നത്, അനാറാണ്. ഇങ്ങനെ പിക്ചേഴ്സ് കാണിച്ചു കൊടുത്തിട്ട് തന്നെ അവരെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ഇവിടെ കാണുന്നില്ലേ, ആ എന്ന അക്കത്തിന് ഐഡൻറ്റിഫൈ ആൻഡ് സർക്കിൾ ദ വവൽ. അതായത് ആ എന്ന ലെറ്ററിന് നേരെ കുട്ടികളെ കൊണ്ട് പിന്നെ റൗണ്ട് ചെയ്യാനോ അല്ലെങ്കിൽ ടിക്ക് ഇടാനോ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പോൾ അത്രയെല്ലാം ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഇന്ത്യ വളരെ സിമ്പിളാണ്. അപ്പോൾ കുട്ടികളെ മെയിനായിട്ട് അവരെ വായിപ്പിക്കാനും അതുപോലെ തന്നെ അവരെ ഐഡൻറ്റിഫൈ ചെയ്യാനും മാത്രം പഠിപ്പിച്ചു കൊടുത്താൽ മതി. അക്ഷരങ്ങളൊക്കെ അറിയണം. അപ്പോൾ അക്ഷരത്തിനുള്ള പിക്ചേഴ്സ് അവരറിയണം. അപ്പോൾ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഹിന്ദിയിലുണ്ടാവും. അപ്പോൾ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് അവരെ ചെയ്യിപ്പിക്കുക. അപ്പോൾ ഇത്രയല്ലേ ഹിന്ദി എക്സാംസിന് ഉണ്ടാവും കേട്ടോ LKG കുട്ടികൾക്ക്. ഓക്കെ, താങ്ക് യു. ഇപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ഈ വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.